യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. ആനന്ദദായകം നിന്നുടെ വദനം, ആനന്ദദായകം നിന്നുടെ വദനം, നിൻ തിരുമൊഴികൾ മനസ്സിനു മധുരം. യേശുവേ നിന്നെ കണി കണ്ടുണരാ ഈ പുലരിയിൽ നീ വരമരുളൂ. Good morning, my dear sweet friends. I hope you are keeping fine today morning itself. Today we can meditate our blessed days of our childhood. In this meditation, by spending time with your inner child, you may be able to bring a healing to your life. Let us start meditation with quiet atmosphere. Please close your eyes now. Please close your eyes now. Please close your eyes now. Find a quiet place and close your eyes. Find a quiet place and close your eyes. Place your hand on your stomach. Please place your hand on your stomach. Begin to breathe in and out through your nose, feeling your stomach rise and fall few times. Place your hands on your stomach. Begin to breathe in and out through your nose, feeling your stomach rise and fall few times. And please recollect the beautiful word of God. Please listen the word of God in this morning. The Gospel of Luke, chapter 24, verses 1 to 5. Now upon the first day of the week, very early in the morning, they came upon the sepulchre, bringing the spices which they had prepared, and certain others with them. And they found the stone rolled away from the sepulchre. And they entered in and found not the body of Lord Jesus Christ. And it came to pass, as they were much perplexed thereabout, behold, two men stood by them in shining garments. And as they were afraid and bowed down their faces to the earth, they said unto them, Why seek you the living among the dead? He is not here, but is risen. Why seek you the living among the dead? He is not here, but is risen. ക്രിസ്തു ഉയർത്തു എന്ന് ഈ പുലരിയിൽ തിരിച്ചറിയും. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ സൗന്ദര്യവാചകമാണിത്. രണ്ട് വെള്ളവസ്ത്രധാരികളായ മനുഷ്യര് പേടിച്ച് വിറച്ച്
കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ വേദനയോടുകൂടെ വന്ന മനുഷ്യര് ഇനി എന്ത് ജീവിതത്തിൽ എന്ന തോന്നലോടുകൂടെ നിരാശപ്പെട്ട് പുലരിയിൽ ഉണർന്ന അവരോട് രണ്ട് മാലാഖമാർ ചിറകുള്ള സൗന്ദര്യത്തിൻ്റെ നിറച്ചാർത്തുള്ള the beautiful angels, two beautiful angels, രണ്ട് മാലാഖമാർ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്? He is risen. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ നിനക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. കണ്ണടച്ച് please close your eyes and recite this word in this morning. Our Lord is risen. For me, എനിക്ക് വേണ്ടി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ആ പുലരിയിൽ സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറങ്കലേക്ക് പോയവരുടെ ഉള്ളിലെ സങ്കടം പോലെ ഒരുപക്ഷെ ഈ ഉണർന്ന പുലരിയിൽ നാളുകളേറെയായ സങ്കടത്തോടു കൂടെ എഴുന്നേറ്റവരായിരിക്കാം നമ്മൾ. ജനിച്ച സമയം മുതൽ ആരംഭിച്ച സങ്കടങ്ങളുടെ മാറാപ്പുകൾ, വേദനയുടെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കുറ്റപ്പെടുത്തലിൻ്റെ, ഒന്നുമെത്താത്തതിൻ്റെ വിങ്ങലുകൾ എല്ലാം അലട്ടുന്ന ഒരു പുലരിയായിരിക്കാം ഇപ്പോൾ നിന്റെ മുമ്പിൽ. പക്ഷേ നീ കണ്ണടച്ചിരിക്കുന്ന ഈ പുലരിയിൽ, ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നിന്നോട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിനക്ക് വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. The beautiful angels sit upon them. Why seek you the living among the dead? He is not here, but is risen. മരിച്ചവരുടെ ദൈവമല്ല നിന്റെ ദൈവം. ഈ പുലരിയിൽ മരണത്തോളം വേദനയോടുകൂടെ ഉണർന്ന നമ്മളോട് ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്ന് ഈശോ നിന്നോട് പറയുന്നത് നീ ഇപ്പോൾ തിരിച്ചറിയേ. ഉള്ളിൽ ഈശ്വരനാമം മാത്രം ഉരുവിട്. യേശുവേ, നിന്നെ കണി കണ്ടുണരുന്ന ഈ പുലരിയിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഇന്നർ ഹീലിംഗിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കേ. Please repeatedly says the same word. Oh Lord Jesus, you must heal my childhood. Please heal my body. Please heal my soul. Please heal my mind. Please heal my heart. ഈശോ ഇന്ന് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ അടുത്തേക്ക് വന്ന് നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ മുറിവുകളെ ഉണക്കുന്ന, നിന്റെ ചൈൽഡ്ഹുഡിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന നല്ല സമയം. കണ്ണുകളടച്ച് നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഈ പുലരിയിൽ ഓർത്തെടുക്കട്ടെ. ഈ ഉണർന്ന പുലരി മുതൽ ഈശോ നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നിന്നെ ഒരു പൂന്തോട്ടത്തിലൂടെ ഈശോ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. കൈ പിടിച്ച് ചന്തമുള്ള പൂന്തോട്ടം കാണിക്കാൻ കൊണ്ടുപോകുന്ന മാതാപിതാക്കളെ പോലെ ഈശോ അപ്പൻ എന്നെയും നിന്നെയും കൊണ്ടുപോകുന്നത് ഒരു നല്ല പൂന്തോട്ടത്തിലേക്ക്. മനസ്സിൽ ഈശോയുടെ കൈ പിടിച്ച് പൂന്തോട്ടത്തിലേക്ക് പോകുന്നത് ഭാവനയിൽ കാണട്ടെ. ഈശോ പറയുകയാണ് ഈ പുലരിയിൽ, കുഞ്ഞെ,
നിനക്ക് ഞാൻ നല്ല ഒരു പൂന്തോട്ടം കാണിച്ചു തരാം. പൂന്തോട്ടത്തിൻ്റെ അടുത്ത് ഏറെ സൗരഭ്യമുള്ള എല്ലാ പൂക്കളും അവിടെ ഈ പുലരിയിൽ വിരിഞ്ഞ് പ്രശോഭിക്കുന്നുണ്ട്. റോസാപ്പൂവും ജമന്തിയും ഷാരോണിൽ വിരിയുന്ന പൂക്കളും ലെബനാന്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും, പൂക്കളുടെ ഒരു വിസ്മയ ലോകത്തിൽ ഞാനൊരു പൂന്തോട്ടത്തിൽ ഈശോയോട് കൂടെ പൂവിൻ്റെ സൗന്ദര്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നോട് ഈശോ ആവശ്യപ്പെടുന്നു, കുഞ്ഞെ, നീയും ഒരു പൂവാണ്. ദൈവത്തിൻ്റെ തോട്ടത്തിലെ മനോഹരമായ ഒരു പൂവാണ് നീ എന്ന് സങ്കല്പിക്കാൻ ഈശോ ഇപ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ഈ പ്രകൃതിയിൽ കാണുന്ന പൂന്തോട്ടത്തിലെ നല്ല പൂക്കളെ പോലെ നീ ഒരു പൂവാണ്. ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ള ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സുഗന്ധമുള്ള ഒരു പൂവ്. ക്രിസ്തുവിൻ്റെ തോട്ടത്തിലെ പൂവായ ഞാൻ അനുഭവിക്കേ, ഞാൻ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പൂവാണോ, അതോ ചതഞ്ഞരഞ്ഞ പൂവാണോ എന്ന് ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാല അവസ്ഥയിലേക്ക് ഒന്ന് പതുക്കെ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. നമ്മളുടെ ഇന്നലകളിലേക്ക്. പൂന്തോട്ടത്തിൽ നല്ല വളവും മണ്ണും വെള്ളവും ലഭിച്ച് വളർന്നുകൊണ്ടിരുന്നതിനിടയിൽ എവിടെയോ വെച്ച് ഞാനെന്ന ചെടിക്ക്, ഞാനെന്ന പൂവിന് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ഈ പുലരിയിൽ അറിയട്ടെ. ഉള്ളിലൊരു തേങ്ങലോട് കൂടെ ഈ ആരാധനയിൽ, ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കുമ്പോൾ എവിടെ വെച്ചാണ് ഞാനെന്ന് പറയുന്ന ചെടി വാടിത്തുടങ്ങിയത്? ഞാനെന്ന് പറയുന്ന പൂവിൻ്റെ സൗന്ദര്യം കെട്ടുപോയത് എപ്പോഴാണ്? ഓർത്തേ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് നീ തിരിച്ചു പോ. നിന്റെ ചൈൽഡ്ഹുഡിലേക്ക് ഈശോ നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്, നിന്നെ ഹീൽ ചെയ്യാൻ. നിന്റെ നഷ്ടപ്പെട്ടു പോയ പുഞ്ചിരി തിരിച്ചു നൽകാൻ ഈശോ നിന്നെ കൊണ്ടുപോകുന്നത് നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്കാണ്. നിന്റെ യൗവന കാലഘട്ടം ഒന്നോർത്തേ. ഈ യൗവന കാലഘട്ടത്തിൽ പ്രസരിപ്പിൻ്റെ കാലഘട്ടമാണ്. ആ പ്രസരിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും പുഴുക്കുത്ത് നിന്നിൽ ഏൽക്കുകയുണ്ടായോ? ഏതെങ്കിലും അപകടത്തിൻ്റെ കാഴ്ച കണ്ട് നിന്റെ ഹൃദയം തകർന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഓർക്ക്, ക്രിസ്തു നിന്റെ ഓർമ്മകളെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുണ്ട മുറിയിലേക്ക് പ്രകാശം നിറയുമ്പോൾ ആ മുറിയിലെ പൊടിപടലങ്ങൾ കാണുന്നത് പോലെ ഞാനിപ്പോൾ എൻ്റെ പഴയ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഊളയിട്ടിറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിനേറ്റ മുറിവ്. എൻ്റെ കൗമാര കാലഘട്ടത്തിൽ സംഭവിച്ച മുറിവുകളുണ്ടോ എന്നോർക്ക്. അവഗണന, ഒറ്റപ്പെടൽ, ശൂന്യതാബോധം, അപകർഷത, മാതാപിതാക്കളിൽ നിന്നേൽക്കുന്ന ചെയ്യാത്ത തെറ്റിനേറ്റ
ശിക്ഷകൾ, മുൻവിധികൾ, ന്യായവിധികൾ, എനിക്ക് ജീവിക്കേണ്ടെന്ന് പോലും തോന്നിപ്പോയ ചില സമയം, കൗമാരത്തിൻ്റെ കൗതുകങ്ങളിൽ എൻ്റെ ഉടലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ കളങ്കപ്പെടുത്തത്തക്ക രീതിയിൽ ഏതെങ്കിലും അനുഭവങ്ങൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ടോ? ബാല്യത്തിലേക്ക് ഓർമ്മകൾ ഉണരട്ടെ. ബാല്യകാല ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ലഭിക്കേണ്ട സ്നേഹം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? നിഷേധിക്കപ്പെട്ട സ്നേഹത്തോടുകൂടെ വളർന്നതുകൊണ്ട് ഇപ്പോഴും എനിക്കാരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടോ എന്നോർക്കുക. ബാല്യത്തിൽ എപ്പോഴെങ്കിലും നിന്റെ ശരീരത്തെയോ നിന്റെ മനസ്സിനെയോ നിന്റെ ആത്മാവിനെയോ ആരെങ്കിലും കളങ്കപ്പെടുത്തിയിട്ടുണ്ടോ എന്നോർക്കുക. ഏതെങ്കിലും സെക്ഷൽ അബ്യൂസിന് നീ വിധേയപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നിന്റെ ശരീരത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ നിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ നിന്റെ ശരീരത്തെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നുണ്ടോ എന്ന് ഓർക്ക്. ഉയർത്തെഴുന്നേറ്റ മിശിഹ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ ബാല്യത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള ചീത്തയായ വ്യാപാരങ്ങളിൽപ്പെട്ട്, ചീത്ത ബന്ധങ്ങളിൽപ്പെട്ട് ഏതെങ്കിലുമൊക്കെ അബദ്ധസഞ്ചാരത്തിൻ്റെ വഴികളിൽ സംഭവിച്ച് മുറിവായിട്ടുണ്ടോ? നീ ജനിച്ചപ്പോൾ, നീ ജനിച്ച നിമിഷം ഒന്ന് മനസ്സിലോർത്തേ. നിന്നെ നോക്കി ആദ്യമായി നിന്റെ മാതാപിതാക്കൾ പുഞ്ചിരിച്ചോ, അതോ നിന്റെ ചില വൈകല്യങ്ങൾ ആദ്യമേ കണ്ട് അവർ നിന്നെ കുറ്റപ്പെടുത്തിയോ? നീ ഒരു പെണ്ണായി പോയതിൻ്റെ, ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചൊരു ആൺകുഞ്ഞിനെ ലഭിച്ചതിൻ്റെ പേരിൽ, നിന്റെ കളർ അല്പം കുറഞ്ഞതിൻ്റെ പേരിൽ, നിനക്കല്പം സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിൽ, നിനക്ക് ഏതെങ്കിലും കുറവുകളുണ്ടെന്ന് പറഞ്ഞത് നീ നിന്റെ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ടോ? നിന്നെ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്, ഒന്നിനും കൊള്ളാത്തവളാണെന്ന് നിന്നെ പറഞ്ഞ് അവർ വേദനിപ്പിച്ചിട്ടുണ്ടോ? കുഞ്ഞുനാളിൽ നിനക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതെ മദ്യപിച്ചു വരുന്ന നിന്റെ അപ്പച്ചൻ നിന്റെ സ്വസ്ഥത നശിപ്പിച്ചിട്ടുണ്ടോ? നിനക്ക് മുലപ്പാലിൻ്റെ മാധുര്യം നൽകേണ്ട നിന്റെ അമ്മ നിന്നെ വേണ്ട രീതിയിൽ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? എവിടെ വെച്ചാണ് നിനക്ക് ആദ്യമായി മുറിവേറ്റത്? നീ എവിടെ വെച്ചാണ് ആദ്യമായി നശിപ്പിക്കപ്പെട്ട പോലെ ഈ ജീവിതം എന്തിനാണെന്ന് തോന്നിയ അവസ്ഥകളുണ്ടായത്? ഒരു ഇന്നർ ഹീലിംഗ് സംഭവിക്കാൻ ഒരുങ്ങുകയാണ് നീ. ഈശോ നിന്നെ ഇപ്പോൾ ഒരു കണ്ണാടിയിലൂടെ നിന്നെ കാണിച്ചു തരാം. നിന്നെ സുഖപ്പെടുത്താൻ ഉത്തിതനായ മിശിഹായുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിന്നെ മുറിപ്പെടുത്തിയവരോട് ഇപ്പോൾ നീ മാപ്പ് പറഞ്ഞേ. കണ്ണടച്ച് ഈ ധ്യാനത്തിൻ്റെ നല്ല നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ബ്ലെസ്ഫുൾ മൊമെൻറ്റിന് വേണ്ടി ദാഹിക്കുകയാണ്.
ഒരു ഇന്നർ ഹീലിങ്ങിന് വേണ്ടി നീ ദാഹിക്കുകയാണ്. ഒരു ഇന്നർ ഹീലിംഗ് നിനക്ക് ലഭിച്ചേ മതിയാവൂ. ഇന്ന് നിന്നെ സുഖപ്പെടുത്തുന്ന ദ വോണ്ടഡ് ഹീലർ, മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, മരിച്ച് കുഴിമാടങ്ങളിൽ അടക്കം ചെയ്തവനല്ല നിന്റെ കർത്താവ്. മരിച്ച് നിനക്ക് വേണ്ടി ഉയർത്ത് നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ മുറിവുകളെല്ലാം എടുത്തു മാറ്റുന്ന, നിന്നെ സ്നേഹം കൊണ്ട് പൊതിയുന്ന തമ്പുരാന്റെ ചൈതന്യത്തിലാണ് നീ ഇപ്പോൾ. നിന്റെ ഓർമ്മകളെ ക്രിസ്തു ഇപ്പോൾ വിമലീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ഓർമ്മകളെ ക്രിസ്തു ഇപ്പോൾ വിമലീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഏറ്റ മുറിവുകൾ, അത് ഇപ്പോൾ ഈ പുലരിയിൽ നിനക്ക് ബോധ്യമാകുന്നുണ്ട്. നിന്റെ ശരീരത്തെ നശിപ്പിച്ചവര്, നിന്റെ മനസ്സിനെ കളങ്കപ്പെടുത്തിയവര്, നിന്റെ ആത്മാവിൻ്റെ ചൈതന്യത്തെ പിഴുതെറിഞ്ഞു കളഞ്ഞവര്, ഓർക്ക് ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ക്രിസ്തു ഇപ്പോൾ നിന്നെ സ്പർശിക്കാൻ ഒരുങ്ങുന്നു. ഏത് മേഖലയിലാണ് നിനക്ക് വീഴ്ച സംഭവിച്ചത്? നിന്നെ ആരാണ് മുറിപ്പെടുത്തിയത്? ഇപ്പോൾ ക്രിസ്തു നിന്നെ ആ മുറിവുണക്കാൻ സഹായിക്കുകയാണ്. ഒരു നല്ല വൈദ്യനെ പോലെ ക്രിസ്തു നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ ആ കഴിഞ്ഞ കാലത്തിൻ്റെ നിന്റെ കുറവുകളുടെ മേൽ ക്രിസ്തുവിൻ്റെ ഉത്തിതനായ മിശിഹായുടെ നിറവ് വന്ന് പതിക്കുന്ന സുന്ദര നിമിഷമാണിത്. ഓർക്ക്, നീ ജനിക്കുന്നതിന് മുൻപുള്ള 10 മാസം അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായ സമയം തൊട്ടുള്ള ഓരോ സമയവും, ഒരുപക്ഷെ അമ്മയുടെ ഉള്ളിൽ ഒരു കുഞ്ഞായി, ഒരു ഫീറ്റസ്, ഒരു ഭ്രൂണമായി നീ മാറിയപ്പോൾ മുതൽ നിനക്കെല്ലാം അറിയാം. അമ്മ കരയുമ്പോൾ നീയും കരഞ്ഞിട്ടുണ്ട്. അമ്മ ചിരിക്കുമ്പോൾ നീയും ചിരിച്ചിട്ടുണ്ട്. നിന്റെ ഉദരത്തിൽ നീ കൈവയ്ക്കുമ്പോൾ അമ്മയുടെ ഉദരം അനുഭവിക്കുക. ഞാൻ കൈവച്ചിരിക്കുന്ന എൻ്റെ ഉദരം പോലെ, എൻ്റെ സ്റ്റൊമക്ക് പോലെ 10 മാസം ഇതുപോലെ ഒരു സ്റ്റൊമക്കിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. 10 മാസക്കാലം എത്ര സുന്ദരമായ സമയമായിരുന്നു. ഫീലിംഗ് സോ സെക്യൂർ. അമ്മ കഴിക്കുന്ന എന്ത് ഭക്ഷണവും എനിക്ക് കഴിക്കാമായിരുന്നു. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില മുറിവുകൾ ഏറ്റിട്ടുണ്ടാവും. അമ്മ ചിലപ്പോൾ ഒരു പേടിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അമ്മയോ അപ്പനോ, അമ്മയുടെയോ അപ്പൻ്റെയോ കുടുംബാംഗങ്ങൾ ആരെങ്കിലും എന്തിനാണ് ഇപ്പോൾ നിനക്കൊരു കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ നീ അനുഭവിച്ച മുറിവാണ് ആദ്യത്തെ മുറിവ്. എന്നെ ആർക്കും വേണ്ടേ, എന്നെ ആർക്കും വേണ്ടേ എന്ന് തോന്നല് നിനക്ക് തോന്നിയത് ഒരുപക്ഷെ അന്നായിരിക്കാം. ആർക്കും വേണ്ടെന്ന ചിന്ത അന്നു മുതൽ നിന്നിൽ രൂഢമൂലമായി കിടക്കുന്നുണ്ടാവും. മദ്യപിച്ചു വന്നൊരു പക്ഷേ നിന്റെ അപ്പൻ നിന്റെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവയായി നീ ഉള്ളിലുള്ള നിന്റെ വയറ്റിൽ, അമ്മയുടെ വയറ്റിൽ ചവിട്ടിയിട്ടുണ്ടാകും. ഇങ്ങനൊരു കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞ അമ്മ പോലും അമ്മയുടെ വയറ്റിലിടിച്ച് ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ നിന്നെ നശിപ്പിക്കാൻ ഭ്രൂണഹത്യയെക്കുറിച്ച് പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഏതെങ്കിലുമൊക്കെ മുറിവുകളുണ്ടെങ്കിൽ നീ ഇപ്പോൾ കരയുന്നത് നീ അനുഭവിക്കുക.
ഒന്ന് പൊട്ടിക്കരഞ്ഞ് ഏതെങ്കിലുമൊക്കെ വേദനകളിലുണ്ടെങ്കിൽ, കരയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഈ പുലരിയിൽ നീയൊന്ന് ക്രിസ്തുവിൻ്റെ മടിയിൽ കിടന്ന് കരയ്. ഈശോയേ, ഈശോയേ, ഈശോയെ, നീ എന്നെ സുഖമാക്കണേ എന്ന് പ്രാർത്ഥിക്കുക. മാതാപിതാക്കളെ കാണാതെ വളർന്ന ബാല്യമുണ്ടെങ്കിൽ, അനാഥാലയത്തിലോ ബന്ധുവീട്ടിലോ ഒക്കെ നീ വളർന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കളെ കാണാത്ത, സ്നേഹം കിട്ടാത്ത വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ എൻ്റെ ചേച്ചിയെ, എന്നേക്കാൾ കൂടുതൽ എൻ്റെ ചേട്ടനെ, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അനിയനെ, എന്നേക്കാൾ കൂടുതൽ എൻ്റെ അനിയത്തിയെ, എന്നേക്കാൾ കൂടുതൽ പലരെയും സ്നേഹിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിയിട്ടുണ്ട് ഈശോയെ. അധ്യാപകർ ക്ലാസ്സിൽ നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിയിട്ടുണ്ട് ഈശോയെ. തനിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സ്നേഹം പറഞ്ഞ് എൻ്റെ ശരീരത്തിൻ്റെ മേല് കടന്നു കയറി വരുന്നുണ്ട്. എല്ലാം കൊണ്ടും നശിച്ച ജീവിതമാണെന്ന് ചിന്തിച്ച എൻ്റെ ജീവിതത്തിലേക്ക് ഈശോയെ ഒരു ഇന്നർ ഹീലിംഗ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കേ. ഈശോയുടെ കയ്യിലേക്ക് നിന്നെ തന്നെ സമർപ്പിക്കേ. ഈശോ ഇപ്പോൾ നിന്നെ കയ്യിലെടുക്കുന്നത് കണ്ണടച്ച് ഇരു കരങ്ങളും നിന്റെ ഉദരത്തിൽ വെച്ച് ഈ സമയത്ത് നീ ഉയരുന്നതായി കാണട്ടെ. ഈശോ നിന്നെ മാറിൽ ചേർത്തെടുത്ത് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തോടുകൂടെ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി നിന്നെ കിടത്തുന്നു. പാതി ബോധത്തിലാണ് നീ ഇപ്പോൾ. ഈശോ പിതാവായ ദൈവത്തിൻ്റെ അടുത്തേക്ക് നിന്നെ എത്തിക്കുകയാണ്. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവവും നിന്റെ അടുത്തിപ്പോൾ സകല വിശുദ്ധര്, ക്രോവന്മാര്, ശ്രാപ്പന്മാര്, വലിയൊരു വൃന്ദം നിന്നെ സുഖപ്പെടുത്താൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. Now you are going to be healed. ഞാനിപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലത്തിൻ്റെ എല്ലാ മുറിവുകളെയും ഇത് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു നല്ല നല്ല ഡോക്ടറെ പോലെ എൻ്റെ ഈശോ എൻ്റെ മുറിവുകളെല്ലാം തൊട്ട് ഉണക്കി, തൈലം പുരട്ടി ഉണക്കി എൻ്റെ മൂർധാവിൽ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവായ ദൈവം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റുന്നു. കുഞ്ഞേ, പിതാവായ ദൈവം നിന്നോട് പറയുന്നത് നീ കേൾക്കിപ്പോ. അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ ഞാൻ അറിഞ്ഞിരുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ വളർത്തുന്നത് ഞാനാണെന്ന് ദൈവം ഇപ്പോൾ നിനക്കൊരു ബോധ്യം, അഫർമേഷൻ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തനിച്ചല്ല. ഈ ഒരു വോണ്ടഡ് എക്സ്പീരിയൻസിലൂടെ നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നൗ യു ആർ ഹീൽഡ്. ഈശോ നിന്റെ കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നത് ഒരിക്കൽ കൂടെ തിരിച്ചറിയുക. ആ വേദന ഒരിക്കൽ കൂടെ ഈശോയോട് കൊടുക്കുക. ഈശോയെ, ഇങ്ങനൊരു വേദനയുണ്ടായിരുന്നു, അബ്യൂസ് ചെയ്യപ്പെട്ടൊരവസ്ഥ. അതുകൊണ്ട് ഞാൻ പലരെയും അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പലരെയും മുറിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊന്ന് ഈശോയുടെ മുമ്പിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഈ പുലരി നിനക്കൊരു സൗഖ്യത്തിൻ്റെ പുലരിയാണ്. ഈ പുലരി നിന്റെ ജീവിതത്തിൽ ഒരു സൗഖ്യത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകുന്ന പുലരിയാണ്. ക്രിസ്തു നിന്നെ വീണ്ടെടുക്കുന്ന പുലരിയാണ്. ക്രിസ്തു നിന്നെ സൗഖ്യപ്പെടുത്തുന്ന പുലരിയാണ്. ഫീൽ ദ ഹീലിംഗ് പവർ ഓഫ് ക്രൈസ്റ്റ്. അന്ധനെ സുഖപ്പെടുത്തിയ കർത്താവ് തളർവാദ രോഗിയോട് വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മൈ ഡിയർ സൺ എന്ന് ചോദിച്ച്
38 വർഷത്തിൻ്റെ രോഗശൈലിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച കർത്താവ് ഒരു പക്ഷേ നിനക്ക് 38 വയസ്സായിരിക്കാം, 50 വയസ്സായിരിക്കാം, 20 വയസ്സായിരിക്കാം, 10 വയസ്സായിരിക്കാം. ഏത് സമയത്താണ് നീ നശിപ്പിക്കപ്പെട്ടത്? ഏത് സമയത്താണ് നീ മുറിവേറ്റത്? ഒരുപക്ഷെ വളർന്നു വരുന്ന സമയത്ത് നിൻ്റെ അപ്പൻ മരിച്ചതായിരിക്കാം. ഒരുപക്ഷെ നീ ഏറ്റവും സ്നേഹിച്ച നിൻ്റെ അമ്മ മരിച്ചതിൻ്റെ വേദനയായിരിക്കാം. അതൊരു പൊള്ളുന്ന അനുഭവം പോലെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും. ഒരുപക്ഷെ നീ സ്നേഹിച്ച നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ കൺമുമ്പിൽ വെച്ച് വാഹനാപകടത്തിൽ മരിച്ചതാവാം. നിൻ്റെ കയ്യിൽ പിടഞ്ഞു മരിച്ചതായിരിക്കാം നിൻ്റെ മക്കൾ. എല്ലാം നിൻ്റെ ജീവിതത്തിലെ മുറിവുകളാണല്ലേ. അതെല്ലാം യേശു ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഫുള്ളി യു ആർ ഹീൽഡ്. അവിടെ നിന്ന് നിൻ്റെ കണ്ണീര് ഈ പുലരിയിൽ എടുത്തു മാറ്റി നിന്നെ സ്നേഹം കൊണ്ട് അവിടെ നിന്ന് പൊതിയുന്നു. പൂർണ്ണമായി നീ സുഖപ്പെടുന്നു. ഇപ്പോൾ നീ പതുക്കെ കൺ തുറന്ന് മിഴി തുറന്ന് നോക്കുമ്പോൾ സ്വർഗം കാണും. സ്വർഗത്തിലെ പൂന്തോട്ടം കാണും. വിശുദ്ധരെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പൂന്തോട്ടം കാണും. ആ പൂന്തോട്ടത്തിലെല്ലാം ഉണ്ട്. അവിടെയുള്ള കുളത്തിൽ ആമ്പലുകൾ വിരിഞ്ഞു നിൽക്കുന്നത്, താമര വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. സ്വർഗത്തിലെ പൂന്തോട്ടത്തിൽ നീ അഭിരമിക്കുന്നു. യേശു ആ പൂന്തോട്ടം മുഴുവൻ കാണിച്ച് നിന്നെ വീണ്ടും ഈ പ്രകൃതിയിലേക്ക് കൊണ്ടുവരുന്നു. യേശു നിന്നെ പഠിപ്പിക്കുന്നു, കുഞ്ഞെ, നൗ യു ആർ ഹീൽഡ്. നീ ക്രിസ്തുവിൻ്റെ ഒരു നല്ല ചെടിയാണ്, ക്രിസ്തുവിൻ്റെ നല്ലൊരു പൂവാണെന്ന് തിരിച്ചറിയേ. ഒരു ഇന്നർ ഹീലിംഗ് അനുഭവിക്കുക. ഒരിക്കൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കർത്താവ് ചെയ്ത സൗഖ്യത്തിൻ്റെ അനുഭവം ഓർക്കുക. ഇനി ഒരിക്കലും ഞാൻ കരയുകയില്ല, ഇനി ഒരിക്കലും ഞാൻ സങ്കടപ്പെടുകയില്ല. ആ അനുഭവം ഇപ്പോൾ എന്നിൽ നിന്ന് മാഞ്ഞുപോയി എന്ന് വിശ്വസിക്കട്ടെ. പ്രശോഭിക്കാം, ഉണർന്ന് പ്രശോഭിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ 3:7 പറയുന്നത് പോലെ, വൈക്കോലിൽ തീപ്പൊരി പോലെ നീ കത്തിപ്പടരുന്ന ദിവസങ്ങളാണ് വരും ദിവസങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞ കാലം ജീവിതത്തിൻ്റെ മുറിവുകൾ ഇനിയില്ല. പുതിയ പ്രകാശത്തോടു കൂടെ ജ്ഞാനം 3:7 3:10 അഭിഷേകത്തോടു കൂടെ ജീവിക്കാൻ തുടങ്ങുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.